പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നതും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, വളരെയധികം ചിന്തിക്കണം. അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്. ഞങ്ങൾക്ക് ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട്, മറ്റേ ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട്, എല്ലാ ലോകവും ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് തിരിയാണെന്നും പറയുന്നതല്ല. ഇന്നൊരാളുടെ പ്രസ്താവന കേട്ടു, അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രമെടുത്ത് നോക്കി, ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേരെ. ഈ 18 പുരുഷന്മാരാ, ഒരൊറ്റ പെണ്ണിനെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ 18 പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത്? ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതിര കയറാൻ വരണോ? ഞങ്ങളുടെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. എന്തെല്ലാം അന്ധവിശ്വാസ ജടിലമായ നിലപാടുകൾ കൃത്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്ത്രീകളും അതുപോലെ തന്നെ പൊതുസമൂഹവും മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. പുരുഷ മേധാവിത്വ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാനാവില്ല. പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ച് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. ആ പുരോഗമനപരമായ നിലപാട് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം കൂട്ടായ ശ്രമത്തിൻ്റെ അല്ലെങ്കിൽ അത് പിൻപറ്റി മുമ്പോട്ടേക്ക് വന്ന കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ ഈ സമൂഹം കൃത്യമായ രീതിയിൽ അവരുടെ മതവിധി പുലർത്താനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഷെയ്ഖുന കാന്തപുരസ്താദൊക്കെ ചാനലുകളിൽ വടിച്ചേക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ധീരമായി ഒരു കാര്യം പറഞ്ഞു, ഇതുവരെയും ഒച്ചാനിച്ചു നിന്നവർക്കൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. മടവൂരടക്കം, ഹുസൈൻ മടവൂരടക്കം മറ്റ് പല ഉസ്താദൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് സൈക്കിൾ എടുത്ത് കൂടുന്നവരൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ആണും പെണ്ണും ഒന്നിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല. ഇന്നും അത് ചർച്ചയാണ്, ഇന്നും ഒരു ചർച്ചയാണ്. ആ വിഷയത്തിൽ ഒരിക്കൽ പോലും അഭിപ്രായം പറയേണ്ടാത്ത ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അത് കൊത്തിപ്പിടിച്ച് പിറകെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആർക്ക് ഈർഷ്യത വന്നാലും ആർക്ക് പ്രകോപനം ഇറങ്ങിയാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് പോലും ഒരു സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നു. എന്ത് തോന്നിയാസാണെന്ന് ആലോചിച്ചു. എന്താ എല്ലാവരും ഇസ്ലാമിനിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ആ ഒരു ചർച്ച നടത്തി പരമാവധിക്കപ്പുറം ലഭ്യമായി, അയാൾക്ക് കിട്ടിയില്ല. പക്ഷെ ചോദിച്ചു വാങ്ങി, എരന്ന് സ്വീകരിച്ചു. സർവരും അതിനെതിരെ പ്രതികരിച്ചു. അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോ ഞാൻ അതിൽ നിന്ന് മാറുക എന്നുള്ളതല്ല വിചാരിച്ചത്. നേരെ മറിച്ച് പിന്നെയും പറഞ്ഞു, ആര് ക്രൗര്യം കാണിച്ചാലും നമ്മളത് സമത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. KSRTC ബസ്സിൽ ചിലപ്പോഴൊക്കെ വനിതാ കണ്ടക്ടർ ഉണ്ടാകും. വനിതാ കണ്ടക്ടറുള്ള KSRTC ബസ്സിൽ കണ്ടക്ടർ ഇരിക്കുന്ന ബാക്കിലെ ഡോറിന്റെ തൊട്ടുടനെയുള്ള സീറ്റിന്റെ മുകളിൽ ഒരു പ്രത്യേക ബോർഡുണ്ട്. വനിതാ കണ്ടക്ടറുള്ള ബസ്സിൽ കണ്ടക്ടറുടെ സീറ്റിൽ പെണ്ണ് മാത്രമേ ഇരിക്കാവൂ. ഈ രാഷ്ട്രീയ നേതാവൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം പുറത്തിറക്കുന്ന പൊതുവാഹനത്തിൽ വനിതാ കണ്ടക്ടർ ഇരിക്കുന്നിടത്ത് വനിതകൾ മാത്രമേ ഇരിക്കാവൂ എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. എവിടെയാണ് സമത്വം? ആരാണ് ഈ സമത്വത്തെ കുറിച്ച് പറയുന്നതിനപ്പുറം പ്രയോഗരംഗത്തേക്ക് കൊണ്ടുവന്നത്?
പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ മൊത്തം പരിശോധിക്കുക, എത്ര പെണ്ണുങ്ങളുണ്ടായി? സെക്രട്ടറിമാരെ പരിശോധിക്കുക, എത്ര പെണ്ണുങ്ങളുണ്ടായി? എത്ര പ്രാവശ്യം ഈ സ്റ്റേറ്റിലും മറ്റിടങ്ങളിലും ഭരണത്തിലേറി എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി? എല്ലാം സഹിച്ച് മോഹഭംഗം കൊണ്ട് അവസാനം ഗൗരിയമ്മക്കൊക്കെ വേറൊരു പാർട്ടി രൂപീകരിച്ച് പോകേണ്ടി വന്നു. ഞാൻ ഏതെങ്കിലും പാർട്ടിയെ പറയാനല്ല വേദി ദുരുപയോഗം ചെയ്യുന്നത്.